ഹായ്, ശരത്താണ്. ശൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സിന്റെ Q3 റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാനേജ്മെന്റ് കമന്ററിയും വന്നിട്ടുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഈ കമ്പനിയെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് നമ്മളിവിടെ ബിസിനസ് അനാലിസിസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ Q2 റിസൾട്ടിന്റെ സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. സോ കമ്പനിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ബേസിക് ആയിട്ട് കമ്പനിയെ പറ്റി സംസാരിച്ചാൽ ഇവർ മെയിൻ ആയിട്ട് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകളാണ് മേക്ക് ചെയ്യുന്നത്. അതിനകത്ത് 3 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകളാണ് വരുന്നത്. ഒന്ന് കൺസ്യൂമർ സെഗ്മെന്റിൽ വരുന്നുണ്ട്. കൺസ്യൂമർ സെഗ്മെന്റ് വരിക എന്ന് പറഞ്ഞാൽ ഹോം ഫർണിച്ചർ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവർ മേക്ക് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് IKEAയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആണ്. അതെന്ന് പറയുന്നത് ഇപ്പോൾ കാറിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഡാഷ്ബോർഡിലൊക്കെ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ആ രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇൻഡസ്ട്രിയലിൽ മേക്ക് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് വരുന്നതാണ് ഇവരുടെ മെയിൻ സെക്ടർ, അതായത് ഹെൽത്ത് കെയർ. മെയിൻ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെർസ്പെക്റ്റീവിൽ ഈ കമ്പനി കൂടുതലായിട്ട് മാർക്കറ്റിൽ ഡിസ്കഷൻ വരാനുള്ള റീസൺ തന്നെ ഈ ഹെൽത്ത് കെയർ സെഗ്മെന്റ് ആണ്. പക്ഷേ ഇപ്പോഴും അവരുടെ ഹയസ്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് കൺസ്യൂമർ സെക്ടറാണ്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 49% റവന്യൂ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്ന്, കൺസ്യൂമർ സെക്ടറിൽ നിന്ന്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 51%. അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ Q2 നോക്കിയാൽ ഹെൽത്ത് കെയറിൽ ഏകദേശം 38% റവന്യൂ കോൺട്രിബ്യൂഷൻ. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഹെൽത്ത് കെയറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 42% കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ Q3 നോക്കിയാൽ അവിടെ നിന്ന് ഇപ്പം നോക്കിയാൽ ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. കഴിഞ്ഞ Q3 അറൗണ്ട് 20% ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏകദേശം 42% കൂടിയിട്ടുണ്ട്. അതായത് ഹെൽത്ത് കെയറിന്റെ റവന്യൂ കോൺട്രിബ്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് കെയറിൽ മെയിൻ ആയിട്ട് റവന്യൂ കോൺട്രിബ്യൂഷൻ കൂടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി ഇപ്പോൾ GLP-1 അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്താണ്. GLP-1ന്റെ പേറ്റന്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു മാർച്ചോട് കൂടിയിട്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് മാറാൻ പോവുകയാണ്. ഇന്ത്യ, ബ്രസീൽ, തുർക്കി അതേപോലെ അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ കാനഡയിൽ ഓൾറെഡി മാറിയിട്ടുണ്ട്. ഇവിടെ നിന്നല്ല ഈ പറഞ്ഞ GLP-1 ഡ്രഗിന്റെ പേറ്റന്റ് എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് GLP-1 ഡ്രഗിന്റെ ഡിമാൻഡ് കൂടും. GLP-1 എന്ന് പറഞ്ഞ ഈ ടൈപ്പ് 2 ഡയബറ്റിക്സിനെ അതേപോലെ തന്നെ ഒബിസിറ്റിനെയൊക്കെ ട്രീറ്റ് ചെയ്യാണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ തന്നെയാണ്. അത് പുറത്തുനിന്ന് സപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ വിശപ്പിനെ നേരത്തെ തന്നെ നമുക്ക് വിശപ്പടങ്ങിന്ന് ഫീൽ ചെയ്യിക്കുന്ന ഹോർമോണാണ് GLP-1 എന്ന് പറഞ്ഞത്. അപ്പോൾ അത് പുറത്തുനിന്ന് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരുടെ ഫുഡ് ഇൻടേക്ക് കുറച്ചുകൊണ്ട് അവരുടെ ഈ പറഞ്ഞ ഷുഗറിനെ അതേപോലെ ഒബിസിറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തഡാണ് GLP-1 യൂസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇന്ത്യയിലുള്ള പേറ്റന്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ട് ആൾക്കാർ മാനുഫാക്ചർ ചെയ്യും, അതേപോലെ തന്നെ ഇതിന്റെ റീറ്റെയിൽ കൺസംഷൻ കൂടുകയും ചെയ്യും. ആ ഒരു സമയത്ത് ഹൈ ഡിമാൻഡ് വരും. അതിപ്പോൾ ഓൾറെഡി ഈ കമ്പനിയിൽ കാണാനായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനിയെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ക്വാർട്ടറിലെ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 27% ആണ് റവന്യൂ ഗ്രോത്ത്. അതേപോലെ തന്നെ അവരുടെ പാറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 48% ഉണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കുമ്പോൾ ഏകദേശം 34% ഈ പറഞ്ഞ റവന്യൂ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യാം, പക്ഷേ അത് നോർമലായിട്ട് സീസണിൽ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. നമുക്കൊരു അറൗണ്ട് 30% എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. ഈ 9 മന്തിൽ എടുത്ത് നോക്കിയാൽ ഏകദേശം 32% ആണ് കമ്പനി ഗ്രോ ചെയ്തിരിക്കുന്നത്. അതേപോലെ പാറ്റിലും നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കമ്പനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ EBITDA മാർജിനും പാറ്റ് മാർജിനും കുറച്ച് കുറഞ്ഞായിട്ട് കാണാൻ പറ്റും. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇനി നമ്മൾ പറഞ്ഞ 3 സെഗ്മെന്റ് ഉണ്ടല്ലോ, കൺസ്യൂമർ സെഗ്മെന്റ്, അവിടെ ഏകദേശം 13% ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അതായത് കൺസ്യൂമർ സെഗ്മെന്റിൽ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. കാരണം മാനേജ്മെന്റ് അത് പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിലും അതേപോലെ തന്നെ US-ലുള്ള ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടാണ് ഈ രീതിയിൽ അവിടെ ഗ്രോത്ത് വരാത്തതെന്നും ഡീ ഗ്രോത്ത് വരുന്നതെന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് US-ലും അതേപോലെ തന്നെ യൂറോപ്പിലും ഡിമാൻഡ് വരുന്ന സമയത്ത് വീണ്ടും തിരിച്ചെത്തി നല്ല ഗ്രോത്ത് വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ താരിഫിന്റെ ഇഷ്യൂസ് ക്ലിയർ ആയതുകൊണ്ടും അതേപോലെ യൂറോപ്പിലേക്കുള്ള FTA ഡീൽ വന്നുകൊണ്ടുമൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട് അടുത്ത 2-3 ക്വാർട്ടറിൽ നിന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നീടുള്ളത് നമുക്ക് പറയാനുള്ളത് ഇൻഡസ്ട്രിയലാണ്. ഇൻഡസ്ട്രിയലിൽ ഏകദേശം 87% ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ ഏകദേശം 35-36% ഗ്രോത്ത് ഉണ്ടായിരുന്ന സെക്ടറിൽ ഈ ഒരു ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 87% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മേജറായിട്ട് നമ്മൾ നോക്കേണ്ട ഹെൽത്ത് കെയർ സെക്ടറിൽ നോക്കിയാൽ ഏകദേശം 139% ഗ്രോത്ത് ഈ ഒരു ക്വാർട്ടറിൽ കാണിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് വരേണ്ട സൈഡിൽ നിന്നല്ല നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇപ്പോൾ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി നോക്കിയാൽ ഹെൽത്ത് കെയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30 മില്യൺ പെൻസിന്റെ കപ്പാസിറ്റിയാണ് ഒരു ഇയറിൽ അവർക്ക് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഉള്ളത്. അത് ഏകദേശം 25 മില്യണോട് ഈ ഒരു ക്വാർട്ടറിൽ, അതായത് അടുത്ത ഒരാഴ്ച കൊണ്ട് തന്നെ ഓൾറെഡി ഇപ്പം മാനേജ്മെന്റ് സംസാരിക്കുന്ന സമയത്താണ് അടുത്ത ഒരാഴ്ച എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ 25 മില്യൺ ആണ് വരുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു 25 മില്യൺ ഏകദേശം ജൂലൈ കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഓഗസ്റ്റ് തൊട്ട് അതിൽ നിന്നും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി 30 മില്യണിൽ നിന്ന് ഏകദേശം 80 മില്യൺ ആയിട്ട് കൂടാൻ പോവുകയാണ് ഈ ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ. അതായത് 3 ഇരട്ടിയാകാൻ പോകും ഇപ്പോൾ ഉള്ള കപ്പാസിറ്റി. അതേപോലെ തന്നെ മാനേജ്മെന്റ് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത FY28 എൻഡിൽ Q4 FY27 അല്ല, അത് കഴിഞ്ഞ് FY28 എൻഡിൽ അവർ ഏകദേശം 75 മില്യൺ കപ്പാസിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആഡ് ചെയ്യുന്ന ഇന്ത്യയിലല്ല, UAE-യിലാണ്, അബുദാബിയിലാണ് അത് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് കൂടുതലായിട്ടുള്ള ഇന്റർനാഷണൽ ക്ലയൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പ്ലാന്റ് വെക്കുന്ന കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒക്കെ സമയത്ത് ഇവർക്ക് മേജർ ആയിട്ടുള്ള ഒരു ഓർഡറൊക്കെ മിസ്സായിരുന്നു. അതായത് ഇന്ത്യയിൽ ഇപ്പം എന്താവും സിറ്റുവേഷൻ എന്നറിയത്തില്ലാത്തതുകൊണ്ട് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പറഞ്ഞ പോലെ UAE-യിലേക്ക് മാറുന്നതെന്നും അതേപോലെ ഇവരുടെ എംപ്ലോയീസിന് ഇവർക്ക് ഇപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പുറത്തുനിന്നുള്ള ആൾക്കാരെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് പുറത്തുള്ള ആളുകൾ.
അപ്പോൾ അവരിവിടെ വരുമ്പോഴത്തേന് ഇവർക്ക് ഇന്ത്യയിൽ ടാക്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഏകദേശം ഡബിൾ ആയിട്ട് സാലറി പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് മാനേജ്മെന്റ് പറയുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ UAE പ്ലാന്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വരാൻ പോകുന്ന പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മേജറായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഫുള്ളി GLP-1 വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അവിടെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കപ്പാസിറ്റി അഡീഷൻ കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി വരുന്ന 25+25 50 മില്യൺ കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ FY27 28 മീറ്റ് ചെയ്യും. FY28 അടുത്ത 2 വർഷം കൊണ്ടാണ് ഏകദേശം അത് 100% യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 2 വർഷത്തെ ഗ്രോത്ത് ഈ ഒരു കപ്പാസിറ്റി തന്നെ അവർക്ക് റൺ ചെയ്യാൻ പറ്റും. അതിനുശേഷം FY29 FY2030 വരാൻ പോകുന്ന ഗ്രോത്ത് അവർക്ക് ഏകദേശം ഈ UAE പ്ലാന്റ് കൊണ്ട് തന്നെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ GLP-1 സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്നതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മോളിക്യൂൾ. അതുകൂടാതെ നൊവേൽ എന്ന് പറഞ്ഞിട്ട് പുതിയ മോളിക്യൂളോട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ ആ രീതിയിലുള്ള ബിസിനസ് കിട്ടാൻ അത് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികളുമായിട്ട് ഇവർ ഓൾറെഡി ഇപ്പോൾ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് 2 മേജർ ആയിട്ടുള്ള ക്ലയൻസുമായിട്ട്. സോ അതിലെന്തെങ്കിലും ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 2-3 വർഷത്തിൽ ഏകദേശം 50 മില്യൺ തൊട്ട് 100 മില്യൺ വരെയുള്ള ഇവർക്ക് ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ടെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 മില്യണിന്റെ ഡീൽ കിട്ടിയാൽ പോലും ഇവർക്ക് ഈ UAE പ്ലാന്റ് പോലും തികയാതെ വരും. ആ സമയത്ത് ഇവർക്ക് വീണ്ടും പുതിയൊരു എക്സ്പാൻഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതങ്ങനത്തെ ഒരു ഓർഡർ കിട്ടിയാൽ മാത്രമേ അതിന്റെ ആവശ്യം വരുള്ളൂ. അപ്പം മാനേജ്മെന്റ് ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ഡിസ്കഷൻസ് നല്ല രീതിയിൽ 2 ക്ലയൻസുമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ അത് വരുന്ന ക്വാർട്ടറുകളിലൊക്കെ നമുക്കത് അറിയാനായിട്ട് പറ്റും. പക്ഷെ എന്തായാലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു 3-4 വർഷത്തേക്ക് ഏകദേശം ഒരു 30% മുകളിൽ ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇപ്പോൾ അവർ ചെയ്യുന്ന ക്യാപെക്സ് കൊണ്ട് തന്നെ അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേന് കഴിഞ്ഞൊരു ക്വാർട്ടറിൽ എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ തന്നെ ഒരു നല്ല ഡീലായിട്ട് തന്നെയാണ് ഷൈലി എഞ്ചിനീയറിംഗ് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴും. പിന്നെ ഈ കമ്പനിയുടെ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് P&L ചെറിയ 1-2 കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഇവരുടെ അതർ എക്സ്പെൻസും അതേപോലെ തന്നെ എംപ്ലോയി കോസ്റ്റും കൂടിയിട്ടുണ്ടായിരുന്നു. എംപ്ലോയി കോസ്റ്റിന്റെ കാര്യം മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഈ പറഞ്ഞ ഏകദേശം 1 കോടി രൂപയോളം കൂടുതൽ വന്നിരിക്കുന്നത് പുതിയ ലേബർ കോഡിന്റെ ഇമ്പാക്ട് കൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ അതർ എക്സ്പെൻസ് കൂടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മേജറായിട്ട് 1-2 എക്സ്പെൻസുകൾ ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞൊരു 3 എക്സിബിഷൻസ് ഇന്റർനാഷണലി വലിയ എക്സിബിഷൻസ് 3 ഈ ഒരു ക്വാർട്ടറിൽ ഒന്നിച്ച് വന്നിരുന്നു. സോ അതിന്റെ എക്സ്പെൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അബുദാബിയിൽ ഈ ഒരു എക്സ്പാൻഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടത്തേക്ക് കുറച്ച് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവർക്ക് ഒരു അതർ ഇൻകം കിട്ടാനുണ്ടായിരുന്നു ഈ ഒരു ക്വാർട്ടറിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന്റെ ഒരു കുറവ് വന്നിരിക്കുന്നതുകൊണ്ടാണ് അത് Q3 Q4 മാറിപ്പോയെന്നുള്ള കാര്യം പറഞ്ഞേക്കുന്നത്. അതെന്ന് പറയുന്നത് ഇവർക്ക് UK അതേപോലെ തന്നെ UAE സബ്സിഡിയറീസ് ഉണ്ട്. സോ അവർ കോൺട്രാക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആ അവിടെ വരുന്ന കുറച്ച് റവന്യൂ ഈ ഒരു Q3 കിട്ടാനുണ്ടായിരുന്ന റവന്യൂ Q3 Q4 മാറിപ്പോയിട്ടുണ്ട്. അത് വന്നിരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഇമ്പാക്ട് വരില്ല. അതായത് EBITDA മാർജിൻസ് ഏകദേശം 30% മുകളിലുണ്ടായിരുന്നു, 26 ആ ഒരു പെർസെൻറ്റേജിലേക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു. പാറ്റ് മാർജിനും കഴിഞ്ഞ ക്വാർട്ടറിൽ 20 ഉണ്ടായിരുന്നു. കമ്പനിയുടെ ഒരു ഹാഫ് ഇയറിൽ നോക്കിയ ഏകദേശം 17% മുകളിലുണ്ടായിരുന്നതാണ്. അതൊരു 14.9 അതായത് 15% അടുത്തായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ സബ്സിഡിയറി എന്നുള്ള ഇൻകം പ്രോപ്പറായിട്ട് വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ മാർജിൻ കുറഞ്ഞ് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞത്. അത് അടുത്ത ക്വാർട്ടറിൽ വരിക, അതുകൊണ്ട് തന്നെ മാർജിൻസ് ആ ഒരു ക്വാർട്ടർ കൊണ്ട് തന്നെ റിക്കവർ ആവും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. തന്നെ അതും വലിയ കൺസേണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അവിടെ. വേറെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അങ്ങനെ നെഗറ്റീവായിട്ട് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ അവരുടെ വാല്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് P എന്ന് പറഞ്ഞാൽ ഏകദേശം 58 ആണ്. Q4 റിസൾട്ടോട് നോക്കിയിട്ട് നമ്മൾ P റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 55-54 ആ ഒരു റേഞ്ചിലാണ് ഫോർവേഡ് P വരുന്നത്. അത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഇപ്പോൾ അടുത്തൊരു മാസം കൊണ്ട് തന്നെ ഈ ഒരു ക്വാർട്ടർ കഴിയും. അതോടുകൂടി ഈ ഫിനാൻഷ്യൽ ഇയർ തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ FY26 നോക്കണ്ട 27 നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 30% ഗ്രോത്തും അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള മാർജിനും മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് വിചാരിച്ചാൽ പോലും കമ്പനിയുടെ ഫോർവേഡ് P ഏകദേശം വരുന്നത് ഒരു 40 അടുത്താണ് വരുന്നത്. 40 to 45 ഇടയ്ക്കാണ് വരുന്നത്. ഈ 30% ഗ്രോത്തും അതേപോലെ തന്നെ മാർജിനിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോർവേഡ് P എന്ന് പറയുന്നത് 40 താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അറൗണ്ട് ഒരു 30% ഗ്രോ ചെയ്യുന്ന കമ്പനി ഏകദേശം 40 P അതായത് പെഗ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 1.3 1.4 അടുത്താണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കമ്പനി ഓവറായിട്ട് ഒത്തിരി ചീപ്പും അല്ല, അതേപോലെ തന്നെ ഒത്തിരി എക്സ്പെൻസീവും അല്ല. അത്യാവശ്യം നല്ലൊരു വാല്യൂഷൻ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ ഓരോരുത്തരുടെ റിസ്കിനനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.